നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK അമേരിക്കയുമായി വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടുന്നില്ലെന്ന് സ്റ്റാർമർ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് കാറുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് 25% നികുതി ഏർപ്പെടുത്താനുള്ള പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും UK വ്യാപാര യുദ്ധത്തിലേക്ക് പോകുന്നില്ല എന്ന് സ്റ്റാർമർ പറഞ്ഞു. ഈ നികുതി നടപ്പിലാക്കുന്നത് ഏപ്രിൽ 2 മുതലാണ്. ഈ തീരുമാനം ആഗോള മോട്ടോർ വ്യാപാരത്തെയും വിതരണ ശൃംഖലകളെയും താറുമാറാക്കുമെന്ന ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന കമ്പനികളിലൊന്നായ ജാഗ്വാർ, ലാൻഡ് റോവർ പോലുള്ളവയെ ഇത് ബാധിക്കും. ട്രംപ് ഈ നടപടി അമേരിക്കൻ കാർ വ്യവസായത്തിന് വൻ വളർച്ച ഉണ്ടാക്കുമെന്നും തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിക്കുമെന്നും വാദിക്കുമ്പോൾ സ്റ്റാർമർ ഈ നികുതികളെ വളരെ ആശങ്കാജനകമെന്ന് വിശേഷിപ്പിച്ചു. UK കാർ കയറ്റുമതി വർഷം തോറും ഏകദേശം 7.6 ബില്യൺ പൗണ്ടാണ്. അമേരിക്ക യൂറോപ്യൻ യൂണിയന് ആയതിനു ശേഷം UK കാറുകളുടെ രണ്ടാമത്തെ വലിയ വിപണിയാണിത്. അമേരിക്കയുമായി ഒരു വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടാതെ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് UK ശ്രമിക്കുന്നതെന്നാണ് സ്റ്റാർമർ പറയുന്നത്. ഇംഗ്ലണ്ടിലെ മലിനജല ചോർച്ച കഴിഞ്ഞ വർഷം 36 ലക്ഷം മണിക്കൂറിലെത്തി. ഇംഗ്ലണ്ടിലെ മലിനജല ചോർച്ച കഴിഞ്ഞ വർഷം ഇരട്ടിയിലധികം ഉയർന്നതായി റിപ്പോർട്ടുകൾ. മഴവെള്ളവും മലിനജലവും കലർന്ന് നദികളിലേക്കും കടലുകളിലേക്കും ഒഴുകുന്നത് പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയാണ്. മലിനീകരണം വർദ്ധിച്ചതോടെ ജലാശയങ്ങളുടെ ഗുണനിലവാരം കുറഞ്ഞു. പരിസ്ഥിതി പ്രവർത്തകർ സർക്കാരിനോട് കർശന നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ജലകമ്പനികൾക്കെതിരെ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. 2022 കണക്കിനെ അപേക്ഷിച്ച് ഇത് ഇരട്ടിയിലധികം ഉയർന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സൗത്ത് വെസ്റ്റ് വാട്ടർ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ 15 വർഷത്തെ നിക്ഷേപ പദ്ധതിയുമായി മുന്നോട്ട് വരികയും ആദ്യഘട്ടത്തിൽ ചില പോസിറ്റീവ് ഫലങ്ങൾ കാണിക്കുകയും ചെയ്തു. മാലിന്യ ശേഖരണ തൊഴിലാളികൾ സമരം തുടരുന്നതിനാൽ ജോലി നഷ്ടപ്പെടാമെന്ന് കൗൺസിൽ മുന്നറിയിപ്പ് നൽകി. ശമ്പള വർധനയും മെച്ചപ്പെട്ട സൗകര്യവും ആവശ്യപ്പെട്ടാണ് സമരം. നഗരത്തിലെ മാലിന്യം കുമിഞ്ഞു കൂടുന്നത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണ്. തൊഴിലാളികളുമായി ചർച്ച നടത്താൻ കൗൺസിൽ തയ്യാറാണെന്ന് അറിയിച്ചു. പക്ഷേ സമരം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാർച്ച് 11 ആരംഭിച്ച വ്യാവസായിക സമരം പരിഹരിക്കുന്നതിനായി അതോറിറ്റിയും യൂണിയൻ യൂണിറ്റും തമ്മിലുള്ള ചർച്ചകൾ ധാരണയാകാതെ പിരിഞ്ഞ സാഹചര്യത്തിലാണ് തൊഴിലാളികൾ നിർബന്ധിത പിരിച്ചുവിടൽ നേരിടേണ്ടി വരുമെന്ന് സിറ്റി കൗൺസിൽ മുന്നറിയിപ്പ് നൽകുന്നത്. പണിമുടക്കുകൾ അവസാനിപ്പിക്കാൻ കൗൺസിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് കൗൺസിലർ മജീദ് മഹ്മൂദ് പറഞ്ഞു. വിദ്യാർത്ഥികളെ GCSE പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ട സ്കൂൾ അടച്ചുപൂട്ടും. UKയിലെ മൂർലാൻഡ് സ്കൂൾ വാർഷിക ഫീസ് 36,000 പൗണ്ട് വരുന്ന ഒരു സ്വകാര്യ ബോർഡിംഗ് സ്കൂൾ തങ്ങളുടെ വിദ്യാർത്ഥികളെ GCSE പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ശാശ്വതമായി അടയ്ക്കുന്നു. ഈ ഞെട്ടിക്കുന്ന വാർത്ത ബുധനാഴ്ച വൈകുന്നേരം ഒരു ഇമെയിൽ വഴി രക്ഷിതാക്കൾക്ക് 2 ദിവസത്തെ മുൻകൂർ അറിയിപ്പ് മാത്രമാണ് ലഭിച്ചത്. ലങ്കാഷെയറിലെ റിബിൾ വാലിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂൾ കഴിഞ്ഞ വർഷം നഷ്ടത്തിലേക്ക് പോയിരുന്നു. 17 ലക്ഷം പൗണ്ടിൻ്റെ കടബാധ്യതയോടെ. സ്കൂൾ അധികൃതർ പുനഃസംഘടനയാണെന്ന് രക്ഷിതാക്കളെ ധരിപ്പിച്ചെങ്കിലും ജോനാഥൻ ഹാരിസൺ എന്ന പ്രധാന അധ്യാപകന്റെ ഇമെയിൽ സാമ്പത്തിക പ്രതിസന്ധിയും സർക്കാർ നയങ്ങളും കാരണം അടച്ചുപൂട്ടൽ അനിവാര്യമാണെന്ന് വ്യക്തമാക്കി. ന്യൂകാസിലെ ഫോർത്ത് യാർഡിൽ 5000 പുതിയ വീടുകൾ നിർമ്മിക്കാൻ പദ്ധതി. ടൈൻ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 15 വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ടിരുന്ന ഒരു ഗ്യാസ് വർക്ക് സൈറ്റ് 73 ദശലക്ഷം പൗണ്ട് ചിലവിൽ സ്വീകരിക്കാൻ പദ്ധതി. 20 വർഷമായി ഈ സൈറ്റ് ഉപയോഗിക്കാതെ കിടക്കുകയാണെന്ന് നോർത്ത് ഈസ്റ്റ് മേയർ കിം മക്ഇന്നസ് പറഞ്ഞു. ഉപേക്ഷിക്കപ്പെട്ട ഈ ഗൂഡ്സ് യാർഡ് 5000 വീടുകളാക്കിയാണ് മാറ്റുന്നത്. പുതിയ ഭവന പദ്ധതി പ്രദേശത്തെ ജനസംഖ്യ വർധനയ്ക്ക് സഹായിക്കും. പദ്ധതി പൂർത്തിയാകാൻ വർഷങ്ങൾ എടുത്തേക്കാമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സിവിൽ സർവീസ് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള സർക്കാർ പദ്ധതികളോട് ജാഗ്രത പാലിക്കണമെന്ന് മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് സ്യൂ ഗ്രേ സിവിൽ സർവീസിലെ വെട്ടിക്കുറവുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് നമ്പർ 10 മുന്നറിയിപ്പ് നൽകി. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നത് സർക്കാർ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. സർക്കാരിൻ്റെ ചിലവ് കുറയ്ക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസിൽ വൻ കുറവ് വരുത്താൻ ശ്രമം നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇതിന് പൊതുജന സേവനങ്ങളിൽ ഗുണനിലവാരം പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന ഭീഷണിയും ഗ്രേ മുന്നറിയിപ്പായി നൽകിയിരുന്നു. സിവിൽ സർവീസ് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിലൂടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാമെന്ന് സർക്കാർ വാദിച്ചാലും അത് രാജ്യത്തിന് ദോഷകരമായിരിക്കുമെന്നാണ് ലേബർ MPമാരും നയരൂപീകരണ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ഈ മാറ്റങ്ങൾ പൊതുജന സേവനങ്ങളുടെ പ്രവർത്തനക്ഷമതയ്ക്ക് അപകടം സൃഷ്ടിക്കുമെന്നും ഗ്രേ ചൂണ്ടിക്കാട്ടി. യുക്മ ന്യൂസിന്റെ ചീഫ് എഡിറ്ററായി സുജു ജോസഫ് തുടരും. സുജു ജോസഫ് യുക്മ ന്യൂസിന്റെ ചീഫ് എഡിറ്ററായി തുടരുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ അറിയിച്ചു.
ഇത് സുജുവിൻ്റെ മുൻ വർഷങ്ങളിലെ കഠിനാധ്വാനത്തിൻ്റെ യുഗ്മയുടെ അംഗീകാരമാണ്. ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ അധ്യക്ഷതയിൽ ചേർന്ന പുതിയ ഭരണസമിതിയുടെ ആദ്യ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. തൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ദിവസവും നിരവധി മണിക്കൂറുകൾ യുഗ്മ ന്യൂസിനു വേണ്ടി മാറ്റിവെക്കുന്ന സുജുവിൻ്റെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും ചോദ്യം ചെയ്യപ്പെടാത്ത വ്യക്തിത്വമാക്കി സുജുവിനെ മാറ്റി. വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന സുജു നിലവിൽ കേരള സർക്കാരിൻ്റെ മലയാളം മിഷൻ UK ചാപ്റ്റർ കമ്മിറ്റി അംഗമെന്ന നിലയിലും പ്രവർത്തിക്കുന്നു. സാലിസ്ബറി NHS ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സാണ് ഭാര്യ. സാസി ബോണ്ട് 2025 മാർച്ച് 30 കവൻട്രിയിൽ. മാതൃശിശു ബന്ധങ്ങളുടെ കാവ്യാത്മകതയും ആഴത്തെയും ആഘോഷിക്കുന്ന സ്വാസി ബോണ്ട് 2025 UK മലയാളികൾക്കിടയിൽ ഏറെ ശ്രദ്ധേയമായി കഴിഞ്ഞു. അമ്മയെന്ന മനോഹര സങ്കല്പത്തെ പുനരന്വേഷിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ മാറുന്ന മാതൃകൽപ്പനകൾക്ക് ഒരു പൊതുഭാവവും ആവിഷ്കാരവും നൽകാൻ ഏറെ പുതുമകളോടെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന സാസി ബോണ്ട് 2025 ഫാഷൻ മത്സരങ്ങളുടെയും പ്രദർശനങ്ങളുടെയും പരമ്പരാഗത സങ്കല്പങ്ങളെ മാറ്റിയെഴുതുന്നതാണ്. മാർച്ച് 30 ഞായറാഴ്ച കവൻട്രിയിലെ HMV എംപയറിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ ആരംഭിക്കുന്ന കലാ സാംസ്കാരിക മേളയിൽ അമ്മമാരും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ചെറു സംഘങ്ങളുടെ സർഗാത്മക മത്സരങ്ങളും പരിപാടികളും അരങ്ങേറും. പ്രശസ്ത ഫാഷൻ ഡിസൈനർ കമൽ മാണിക്യത്ത് നേതൃത്വം നൽകുന്ന സാസി ബോണ്ട് 2025 പല ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ UKയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് അമ്മമാരും കുഞ്ഞുങ്ങളുമാണ് അരങ്ങിൽ തിളങ്ങുന്നതിന് എത്തിച്ചേരുന്നത്. ഈ അവസരത്തിൽ പരിപാടിക്ക് പങ്കെടുക്കുന്നതിന് ടിക്കറ്റ് നിരക്കിൽ UKയുടെ അംഗ അസോസിയേഷനുകളിൽ നിന്നുള്ളവർക്ക് പ്രത്യേക നിരക്ക് സംഘാടകർ ഒരുക്കിയിരിക്കുകയാണ്. കോഡുകൾ ഉപയോഗിച്ച് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സൗജന്യ നിരക്ക് ലഭ്യമാണ്. UKയിൽ NHSന് സോഫ്റ്റ്വെയർ നൽകുന്ന അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഗ്രൂപ്പിന് 2022 റാൻസം വെയർ ആക്രമണത്തിന് ശേഷം ഡേറ്റ ചോർന്നതിന് 30 ലക്ഷം പൗണ്ട് പിഴ വിധിച്ചു. UK ഡേറ്റ സുരക്ഷാ സ്ഥാപനമായ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഓഫീസാണ് പിഴ ചുമത്തിയത്. 2022 ഓഗസ്റ്റിൽ ഹാക്കർമാർ ശക്തമായ സുരക്ഷയില്ലാത്ത ഒരു അക്കൗണ്ട് വഴി NHS 111 പോലുള്ള സേവനങ്ങളെ തടസ്സപ്പെടുത്തി. 79,404 പേരുടെ ഫോൺ നമ്പറുകളും മെഡിക്കൽ വിവരങ്ങളും മോഷ്ടിച്ചു. 890 പേർക്ക് വീട്ടിൽ പരിചരണം ലഭിക്കാനുള്ള വിശദാംശങ്ങളും ചോർന്നു. ആദ്യം 60 ലക്ഷം പൗണ്ട് പിഴ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും പോലീസിൻ്റെയും NHSൻ്റെയും സഹകരണം കണക്കാക്കി പിഴ കുറച്ചു. സുപ്രധാന വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് മികച്ച സുരക്ഷ വേണമെന്ന് ICO മേധാവി ജോൺ എഡ്വേർഡ്സ് പറഞ്ഞു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.